ഈ ഒരു ബൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല ബ്രേക്കിംഗ് ആണ് ഈ ഒരു ബൈക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബൈക്കിൻ്റെ കാലിപ്പർ കാണാം, അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ലൈൻസ്, ഈ ഒരു ലൈൻസ് വന്നിട്ട് സ്റ്റീൽ ബ്ലേഡഡ് ലൈൻസ് ആണ്. സോ നമ്മുടെ നോർമൽ ബൈക്സിനൊക്കെ വരുന്നത് റബ്ബർ ലൈൻസ് ആണ്. അപ്പം ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് അത്രയും. അപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റബ്ബറാണെങ്കിൽ കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി അവിടെ കുറയും. പക്ഷേ ഈ ഒരു സ്റ്റീൽ ലൈൻസ് ആണെങ്കിൽ ആ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവില്ല. സോ പക്കാ ബ്രേക്കിംഗ് ആയിരിക്കും. പിന്നെ ഈ ബൈക്കിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ ABS ബൈക്കാണ്. സോ ഇവിടെ നമ്മൾ ബ്രേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു മാസ്റ്റർ സെൻറ്ററിൽ നിന്ന് ആ ഒരു പ്രഷർ ഇതുവഴി ഇങ്ങനെ പ്രഷർ ചെയ്ത് നമ്മുടെ ആ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് നിൽക്കുകയാണ്. ഈ ലൈനിൽ കൂടെ കറക്റ്റ് സ്ട്രെയിറ്റ് ടു കാലിപ്പറാണ്. സോ പക്ക ബ്രേക്കിംഗ് ബൈക്കാണ്. പക്ഷേ എൻ്റെ ബൈക്കിൽ ഇല്ലാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ബൈക്കിലാണെങ്കിൽ നമ്മളിവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കാണിച്ചു തരാം. ഈ ഒരു മാസ്റ്റർ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പ്രഷർ ചെയ്ത് ആ ഒരു ഫ്ലൂയിഡ് നിൽക്കുകയാണ്. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നേരെ പ്രഷർ കൊടുക്കുന്നത് ഈ ഒരു ലൈൻ നേരെ ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് നേരെ അകത്ത് ABS മോട്ടറിലോട്ടാണ് ആ ഫ്ലൂയിഡ് പോകുന്നത്. അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ വന്നിട്ട് നേരെ ഈ ഒരു ലൈനിൽ കൂടെ ആണ് കാലിപ്പറിലേക്ക് പോകുന്നത്. ഡയറക്റ്റ് കണക്ഷൻ അല്ല. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഹാർഡായിട്ടൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് നമ്മുടെ ബൈക്ക് സ്കിഡാവും എന്നുള്ളൊരു രീതിയൊക്കെ വന്നു കഴിഞ്ഞാൽ OCO ട്രിഗർ ചെയ്യും. എന്നിട്ട് നേരെ ABS ആക്ടിവേറ്റ് ചെയ്യും. നമുക്ക് ആ ഒരു ബൈക്ക് സ്കിഡാവാതെ പോകും. സേഫ്റ്റി പർപ്പസാണ്. പക്ഷേ ആ ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് നമുക്ക് ഈ ബൈക്കിലും അതുപോലെ തന്നെ ആ കാണുന്ന ബൈക്കിലും ഡിഫറൻസാണ്.